ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഡേ ഓഫ് S4. പണ്ടൊക്കെ സ്കൂളിലൊക്കെ ഫസ്റ്റ് ഡേ പോകുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പം നേരെ തിരിച്ചാണ് എൻ്റെ സിറ്റുവേഷൻ. എനിക്ക് വീട്ടിൽ കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ പിന്നെ നമുക്ക് പോയല്ലേ പറ്റൂ. ബസ്സിൻ്റെ സൈഡിൽ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കേറ്റുവിനൊരു 2-3 ഡേയ്സ് അവധി തരായിരുന്നു. എക്സാം ഫ്രൈഡേ തീർന്നു, ദേ മൺഡേ S4ൻ്റെ ക്ലാസ്സും തുടങ്ങി. എന്താണല്ലേ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ദേ വരുന്നു ഒരു ട്രെയിൻ. ഞാൻ പോയിട്ട് നീ പോയാൽ മതി. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ലേറ്റായി. പിന്നെ ഒറ്റ ഓട്ടം അങ്ങ് ഓടി. നമ്മൾ അന്തസ്സുള്ള പിള്ളേരായതുകൊണ്ട് കോളേജിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് കയറുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആണ്. അങ്ങനെ നമ്മൾ അകത്ത് ചെന്ന് ക്ലാസ്സിലെത്തിയപ്പോഴോ ക്ലാസ്സിൽ ആരും ഇല്ല. ഞാനായിരുന്നു ഫസ്റ്റ്. ഞാൻ വിചാരിച്ച ആരും കാണൂലെന്ന്. പക്ഷേ എല്ലാവരും പിന്നീട് വന്നു. അത് കഴിഞ്ഞ് അഡ്വൈസർ വന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യണമല്ലോ, എന്നാലേ നമ്മൾ ഈ അറ്റൻഡൻസ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് നമ്മളെല്ലാവരും കോളേജിൽ തന്നെ വരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും അതിനുള്ള ഓട്ടത്തിലായി. ഫീസ് അടയ്ക്കൽ, ലൈബ്രറി പോകല്, ഓഫീസിൽ പോകല്, HOD കാണല്, ഇതെല്ലാം കഴിഞ്ഞപ്പോഴോ നമുക്കൊരു കുട്ടി വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ്. സീനിയേഴ്സ്, ഫാക്കൽറ്റീസ്, HOD എല്ലാവരും ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഫുഡ് കഴിക്കാൻ സമയമായി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ മെസ്സിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്നു 3 പേർ. ഇവരൊക്കെ നമ്മുടെ സീനിയേഴ്സാണേ. ആ വരുന്നതാണ് നമ്മുടെ ജെന്റിൽമാൻ. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോസൊക്കെ ചെയ്ത് ചിരിച്ചുകൊണ്ടാണ് വരവ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴോ ഇവൻ്റെ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ്, ഇവൻ്റെ കൂടെ ആയി കളി. എങ്ങനെയുണ്ട് നമ്മുടെ പോസ്? ആഹാ, കൊള്ളാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സീനിയർ വരുന്നു. ഇവരൊക്കെ ബിടെക്കിലെ സീനിയേഴ്സാണ്. അവർ രണ്ടുപേരും കൂടെ എന്തോ വലിയ ഇൻ്റർനാഷണൽ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്നും അറിയില്ല. അറിയാവുന്ന മട്ടിലങ്ങ് ഇരിക്കാം. അതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മുടെ ഡിസൈൻ ഫാക്കൽറ്റി വന്ന് നമുക്ക് ഡിസൈൻ്റെ ചെറിയ ഇൻട്രൊഡക്ഷനൊക്കെ തന്നു. ഒരു കുട്ടി വർക്കൊക്കെ തന്നു. അതൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി. പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തു, എല്ലാ സാധനവും എടുത്ത് വെച്ചു. നമ്മൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ 2 റൗണ്ട് ഷോ ഓഫ് ഒക്കെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോയി. അവൻ വന്നപ്പോഴേക്കും നമ്മുടെ അവസ്ഥ ഇവൻ്റെ പോലെയായിരുന്നു. ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥ. പിന്നെ നമ്മൾ ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് യാത്ര. അപ്പോൾ ഗൈസ്, ബൈ ബൈ.